മറ്റൊരു വാർത്തയിലേക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയിൽ എതിർപ്പറിയിച്ച താമരശ്ശേരി ബിഷപ്പ് തങ്ങളെ കേൾക്കാതെയാണ് തീരുമാനമെടുത്തതെന്നും പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളാണ് ഉള്ളതെന്നും ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. ആക്രമിക്കുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ജനങ്ങൾക്ക് അനുമതി നൽകണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വന്യജീവി പ്രശ്നങ്ങൾ ചർച്ചയായെന്നും ബിഷപ്പ് പറഞ്ഞു. ഞങ്ങളാരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. ഇവിടെ വിളിച്ചിരുന്നു, കോഴിക്കോടൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ പൊതുവായി ജനങ്ങളെ കൂടി അവർ കേട്ടിരുന്നു. ഞങ്ങളുടെ ആങ്സൈറ്റി എല്ലാവരും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വരുമ്പോൾ അതിന് കോൺക്രീറ്റ് ആയിട്ടുള്ള ഉത്തരം അതിലില്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക എന്നും മാത്രമേ ഉള്ളൂ. മാത്രമല്ല അത് പ്രായോഗിക തലത്തിൽ കർഷകരെ സഹായിക്കുകയും ഇല്ല എന്ന് തന്നെയാണ് നാം വിചാരിക്കുന്നത്. എങ്കിലും ആ ബില്ല് ഇനി നിയമസഭയിൽ വരും, കൂടുതൽ പഠിക്കേണ്ടിയിരിക്കും. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുകൊണ്ടുള്ള ബില്ലാണ് എന്ന വിമർശനം ഇതിനിടെ തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ ബിഷപ്പ് എന്താണ് പറയുന്നത്? അനീഷ, വന്യജീവി ആക്രമണം ശക്തമായ രൂക്ഷമായ സമയത്ത് തന്നെ ഈ ബിഷപ്പിന്റെ ഭാഗത്തുനിന്നും താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാലിന്റെ ഭാഗത്തുനിന്നും വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വേണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നതാണ്. എന്നാൽ ഇപ്പോൾ സർക്കാർ ഇതിന് തയ്യാറായിരിക്കുന്നു. അതിലാണ് ബിഷപ്പിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ബിഷപ്പ് പൂർണ്ണമായും തൃപ്തനല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വന്യജീവി സംരക്ഷണ ഭേദഗതി നിയമം വരുമ്പോൾ സ്വാഭാവികമായും കർഷകർക്ക് ഈ ആക്രമിക്കാൻ വരുന്ന വന്യജീവികളെ നേരിട്ട് തിരിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമമാണ് ആവശ്യം. അല്ലാതെ ഈ രീതിയിൽ ഈ അനുമതി നേടിക്കൊണ്ട്, അതായത് ഇപ്പോൾ നിലവിൽ ഈ ഭേദഗതി നിയമത്തിൽ പറയുന്നത് ഈ കളക്ടർക്ക് ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അനുമതി നൽകാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെ എങ്ങനെയാണ് അനുമതി നേടിക്കൊണ്ട് തിരിച്ച് വെടിവെച്ച് കൊല്ലാൻ കഴിയുക എന്നുള്ളതാണ് ബിഷപ്പ് ചോദിക്കുന്നത്. കൂടാതെ ഈ പന്നികളെ ബന്ധീകരിക്കണം എന്നുകൂടി ഈ നിയമത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ മുഴുവൻ പന്നികളെയും ബന്ധീകരിക്കാൻ കഴിയുക, അതൊക്കെ തന്നെ പ്രായോഗികമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ബിഷപ്പ് ചോദിക്കുന്നത്. ഏതായാലും വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ തങ്ങളെ കൂടി കേട്ടിട്ടില്ല എന്നുള്ളൊരു എതിർപ്പ് കൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഈ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു എതിർപ്പുകളൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങളും വിമർശനങ്ങളും ശക്തമാകുന്നതിനിടെയാണ് താമരശ്ശേരി ബിഷപ്പിന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി MP അദ്ദേഹത്തെ ബിഷപ്പ് ഹൗസിലെത്തി കണ്ടിരുന്നു. ആ സമയത്തും വന്യജീവി ആക്രമണമാണ് പ്രധാനമായും ചർച്ചയായത്. അതേ സംബന്ധിച്ചുള്ള ആശങ്കകൾ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയോടും പങ്കുവച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാനുള്ള മന്ത്രിസഭ അനുമതി നൽകിയതിനെ തുടർന്നുള്ള ഒരു എതിർപ്പ് കൂടി അദ്ദേഹം അറിയിക്കുന്നത്. ഇത് പ്രായോഗികമല്ലാത്ത നിയമങ്ങൾ തന്നെയാണ് ഈ ഭേദഗതി നിയമത്തിലുള്ളത്. കൂടാതെ തങ്ങളെ കേൾക്കാതെയാണ് ഈ നിയമ ഭേദഗതി തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കർഷകർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ നിയമ ഭേദഗതി ഉണ്ടാക്കിയത് എന്നുകൂടി അദ്ദേഹം എതിർപ്പ് അറിയിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഈ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയിൽ അദ്ദേഹം പൂർണ്ണ തൃപ്തനല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അനീഷ, ഏതായാലും വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി വേണമെന്ന് താമരശ്ശേരി ബിഷപ്പ് നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഭേദഗതിയിൽ ചില തിരുത്തലുകൾ വേണം, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സലാമാണ് വിവരങ്ങൾ നൽകിയത്. ഫാസ്റ്റ് ന്യൂസിലേക്ക്.